എല്ലാവർക്കും നമസ്കാരം. ഞാൻ വരുൺ. വീൽസ് ആൻഡ് സ്പിൻസിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് ഇവിടെ അപ്രിലിയയുടെ ഷോറൂമിലാണ്. യു കൻ സീ ഹിയർ. നമ്മളിന്ന് അപ്രിലിയ RS 457 ടെസ്റ്റ് ഡ്രൈവ് ചെയ്യാൻ വന്നിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഷോറൂമിനകത്തോട് വരണം. ഇവിടെ വന്നവിടെ തന്നെ ഒരു വലിയൊരു ബൈക്ക് കാണാൻ പറ്റും. ഒരു രക്ഷയില്ലാത്ത ലുക്കാണ്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ നിഞ്ച 300, 400 സെഗ്മെൻറ്റിലുള്ള ബൈക്കൊക്കെ നമ്മൾ റോഡിൽ കാണുന്നതിനേക്കാളും എത്രയോ വലിപ്പം തോന്നുന്നുണ്ട് ഈ ബൈക്ക് കാണാൻ വേണ്ടിയിട്ട്. അത്യാവശ്യം നല്ല സൈസ് ഉണ്ട് വണ്ടി കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ നിങ്ങൾക്ക് കാണുന്ന സമയത്ത് നമ്മുടെ അപ്രിലിയയുടെ ബിഗ് ബൈക്സിൻ്റെ ഭയങ്കര ലുക്ക് ഇതിന് കൊടുത്തിട്ടുണ്ട്. ഏകദേശം നമ്മുടെ അപ്രിലിയ 660 RS V4 ഒക്കെ അതേ ലുക്ക് തന്നെയാണ് ഈ ബൈക്കിന് കൊടുത്തിട്ടുള്ളത്. ഫ്രണ്ടിൽ USD ഫോക്സ് ആണ്. അവർക്ക് ഒരു മാറ്റ് ഫിനിഷുള്ളൊരു മഡ് ഗാർഡ് കാണാം. 2 ഹെഡ് ലാംപ്സ്, 2 സ്ലോട്ട്സ് ആയിട്ടുള്ള ഹെഡ് ലാംപ്സ് കാണാം. ഇത് DRL ആണ്. ഇവിടെ തന്നെയാണ് ഇൻഡിക്കേറ്റർ ഇൻ്റഗ്രേറ്റ് ചെയ്തിട്ടുള്ളത്. ഇവിടെ അപ്രിലിയ എന്നുള്ള ബാഡ്ജിങ് കൊടുത്തിട്ടുണ്ട്. അടിപൊളി ഒരു വിൻ വൈസർ കൊടുത്തിട്ടുണ്ട്. ഒരു രക്ഷയില്ലാത്ത ലുക്കാണ് കേട്ടോ. റോഡിൽ കണ്ടു കഴിഞ്ഞാൽ ആരായാലും ഒന്ന് തിരിഞ്ഞു നോക്കിപ്പോൾ അത്രയും അടിപൊളിയാണ്. സൈഡിലോട്ട് വരികയാണെങ്കിൽ നിങ്ങളൊക്കെ ഓൾറെഡി ഈ വീഡിയോ യൂട്യൂബിലൊക്കെ കണ്ടിട്ടുണ്ടാവും. നമ്മുടെ BMW 1000 കണ്ടതുപോലെ തോന്നിപ്പിക്കുന്ന സൈഡിലുള്ള ഒരു പാനൽ കാണാം. അപ്രിലിയയുടെ A കൊടുത്തിട്ടുണ്ട്. ഇങ്ങോട്ട് വരികയാണെങ്കിൽ ഇവിടെ വലിയൊരു ചേസിയുടെ ഭാഗം കാണാം. സിൽവർ ഫിനിഷാണ്. അതിൻ്റെയൊക്കെ ഒരു മാസീവ്നെസ് അകത്തോട്ട് നോക്കുന്ന സമയത്ത് ഒരു വലിയൊരു ബിഗ് ബൈക്ക് ഫീൽ തന്നെയാണ് നമുക്ക് വരുന്നത്. പിന്നീട് ഇങ്ങോട്ട് വരികയാണെങ്കിൽ എഞ്ചിൻ സൈഡിൽ നിങ്ങൾക്ക് അത്യാവശ്യം നല്ല വലിപ്പമുള്ളൊരു എഞ്ചിൻ കാണാം. നമ്മുടെ ഗിയറിൻ്റെ ഷിഫ്റ്റേഴ്സിൻ്റെ പൊസിഷൻ ചെയ്തത് എവിടെയാണ്, ഇവിടുന്ന് അവിടെ ഇങ്ങനെ ലിങ്ക് ചെയ്തിട്ടാണ് ഇത് കൊടുത്തിട്ടുള്ളത്. സൈഡിലും ഒരുപാട് ഒരു എയർ വെൻസൊക്കെ പോലെ, എയർ പോക്കറ്റ്സൊക്കെ പോലെ ഒരുപാട് ബോഡി ബോക്സൊക്കെ ഈ വണ്ടിയിൽ കാണാം. അത്യാവശ്യം നല്ല വലിപ്പമുള്ളൊരു ടാങ്ക് നിങ്ങൾക്ക് കാണാൻ പറ്റും. ഏകദേശം 13 ലിറ്റർ ടാങ്കാണ് ഈ ബൈക്കിന് വരുന്നത്. കാണുന്ന സമയത്ത് ശരിയായൊരു സ്പോർട്സ് ബൈക്കിൻ്റെ ലുക്ക് തന്നെയാണ് നമുക്ക് തരുന്നത്. ബാക്കിലോട്ട് വരുമ്പോൾ അത്യാവശ്യം സ്ലീക്കായിട്ട് നമ്മുടെ അപ്രിലിയയുടെ സാധാരണ ബൈക്കുകളിൽ കാണുന്ന അതേ ഒരു ബ്രേക്ക് ലൈറ്റ് എലമെൻറ്റ്സൊക്കെയാണ് ഈ ബൈക്കിൽ കൊടുത്തിട്ടുള്ളത്. ബാക്കിൽ ഏകദേശം 150, 60, R17 ടയേഴ്സാണ് കൊടുത്തിട്ടുള്ളത്. അതിൻ്റെ ആ ഒരു റിമ്മിൻ്റെ ഓറഞ്ച് കളർ ഫിനിഷൊക്കെ ബൈക്കിൻ്റെ ആ ഒരു സ്പോർട്ട്നെസ് നന്നായിട്ട് ഇമ്പ്രൂവ് ചെയ്യുന്നുണ്ട്. കാണാൻ ഒരു രക്ഷയില്ല. ഇതാണ് നമ്മുടെ അപ്രിലിയയുടെ ആ ഒരു TFT സ്ക്രീൻ. ഓടിക്കുന്ന സമയത്ത് ഞാൻ നിങ്ങൾക്ക് അതിനെക്കുറിച്ച് കൂടുതൽ പറഞ്ഞുതരാം. ഇതൊക്കെ നമ്മുടെ സെലക്ടർ സ്വിച്ചസ് ആണ്. ഇൻഡിക്കേറ്ററിൻ്റെത്, ഓണിൻ്റെത്. ഒരു രക്ഷയില്ല കേട്ടോ. ക്ലിപ്പ് ഓൺസൊക്കെ കാണുമ്പോൾ ഒരു ശരിയായൊരു സ്പോർട്സ് ബൈക്ക് തന്നെ. ഇതാണ് നമ്മുടെ എൻജിൻ കിൽ സ്വിച്ച്. അപ്രിലിയ റേസിംഗ്, ഇവിടെ 54 അപ്രിലിയ വേൾഡ് വൈഡ് ടൈറ്റിൽസ് എന്നൊക്കെ പറഞ്ഞ് കൊടുത്തിട്ടുണ്ട്. നല്ലൊരു ഫിനിഷിംഗ് ഉണ്ട് ഇതിൻ്റെ ബോഡി വർക്സൊക്കെ കാണാൻ വേണ്ടിയിട്ട്. ഇതേ കാറ്റഗറിയിലുള്ള മറ്റ് വണ്ടികൾ കാണുന്ന സമയത്ത് കിട്ടാത്ത ഒരു എന്താണെന്ന് പറയുക, ഒരു പ്രീമിയംനെസ് ഇല്ലെങ്കിൽ ഒരു ബിഗ് ബൈ ഫീല് നമുക്ക് ഇതിൽ നിന്ന് കിട്ടുന്നുണ്ട്. തീർച്ചയായിട്ടും ഇത് വാങ്ങിക്കഴിഞ്ഞാൽ വേർത്ത് തന്നെ ആയിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. ഒരു രക്ഷയില്ല കേട്ടോ. ഓടിക്കുന്ന സമയത്ത് ഞാൻ കുറച്ചും കൂടെ നന്നായിട്ട് നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് പറഞ്ഞു തരാം. ഇങ്ങനെയൊക്കെയാണ് വരുന്നത്. ഇവിടെ അപ്രിലിയ എന്നുള്ളൊരു ബാഡ്ജിങ് ഒക്കെ കാണാം. മൊത്തത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ വീട്ടിലൊരെണ്ണം വാങ്ങി വെച്ച് കഴിഞ്ഞാൽ ആരും ഒരു 457cc ബൈക്കാണെന്നൊന്നും പറയില്ല. എന്തായാലും ഒരു 600+ ഒരു 750 ഒക്കെ പോലെയുള്ളൊരു ബൈക്കിൻ്റെ ഫീൽ തന്നെയാണ് ഇതിൽ തരുന്നത്. ബാക്കി കാര്യം നമുക്ക് വണ്ടി ഓടിക്കുന്ന സമയത്ത് പറയാം. ഇപ്പോൾ ഒരാൾ ടെസ്റ്റ് ഡ്രൈവ് കഴിഞ്ഞ് വരുന്നുണ്ട്. നമുക്ക് ആളോട് ചോദിച്ചൊക്കെ എങ്ങനെയുണ്ട് വണ്ടി. ഹായ് ബ്രോ, ഹൗ ഇസ് ദ ബൈക്ക്? Bike is super, bro. I just literally dragged it from here till there, and on the second gear, first gear, third gear, everything, as soon as I revved it, I popped up a wheelie, and I went like this. The power is super. Brakes could have been better, but overall the bike is too good. I'm seeing a lot of videos on YouTube regarding this bike. Everybody is posting. Right. Bike is too good, and what I can tell is the best bike, killer segment. I'm a Yamaha fan, but I would suggest this to go for this bike. Yeah. What do you think about this looks? This one is the best. Does it look like a 400, 500cc bike? You sit on it, you'll get to know. The bike is too good. Compact bike, and one flaw, like while taking a U-turn, it's kind of a difficult thing. Okay. But you get used to it. There's not much an issue. Power, backed, engine fan. Okay. Yeah, I went fast. Yeah. Because I have an R15. Okay, so okay. coming from that, you get a whole lot of new experience. Okay. So should I go for that bike? Yeah, obviously, definitely. Okay. Thank you, brother. Thank you so much. Thank you. സോ പുള്ളി പറയുന്നത് കേട്ട് ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആണ്. വണ്ടി ഒന്ന് പെട്ടെന്ന് തന്നെ ഓടിച്ചു നോക്കിയിട്ട് ഞാൻ എൻ്റെ കാര്യങ്ങൾ നിങ്ങളടുത്ത് പറയാം.
ഇത് നമ്മൾ ജസ്റ്റ് ഷോറൂമിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി വണ്ടി മെല്ലെ ഒരു ഹൈ സ്പീഡ് ചെയ്യാൻ പറ്റിയ ഒരു ഏരിയയിലേക്ക് ഓടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ തീരെ സേഫ് ഇല്ലാത്ത ഒരു ഏരിയയാണ്, കംപ്ലീറ്റ് കൺജസ്റ്റഡ് ആയിട്ടുള്ളൊരു ട്രാഫിക്കുള്ളൊരു ഏരിയയാണിത്. അപ്പോൾ നല്ല നമുക്ക് വണ്ടി ഓടിച്ച് ഏതെങ്കിലും ഒരു ഫ്രീ സ്പേസ് കിട്ടുമോ നോക്കാം. വണ്ടിയിൽ വന്നിട്ടുള്ളൊരു 457 cc ലിക്വിഡ് കൂൾ പാരലൽ ട്വിൻ എഞ്ചിനാണ്. ഏകദേശം 48 bhp ഹോഴ്സ് പവർ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. 6 സ്പീഡ് ഗിയറാണ് വന്നിട്ടുള്ളത്. ഈ വണ്ടിയിൽ ഏകദേശം ഒരു 800 mm സീറ്റ് ഹൈറ്റ് വരുന്നുണ്ട്. ഞാൻ 510 ആണ്. ഞാൻ വളരെ കംഫർട്ടബിളായിട്ടാണ് കാല് നിലത്ത് കുത്തുന്നത്. പിന്നെ ഗ്രൗണ്ട് ക്ലിയറൻസ് വരുന്നത് ഏകദേശം ഒരു 150 mm ആണ്. അപ്പം അത്യാവശ്യം ഗ്രൗണ്ട് ക്ലിയറൻസ്. പക്ഷേ എനിക്ക് തോന്നുന്നു ഒരു പീലിയനും കൂടെ വെച്ചിട്ട് വണ്ടി ഒരു ഹമ്പൊക്കെ ചാടുകയാണെങ്കിൽ ഇതിൻ്റെ അണ്ടർ ബെല്ലിയിൽ എക്സോസ്റ്റ് വന്നതുകൊണ്ട് ചിലപ്പം അടി തട്ടിയേക്കാം. പിന്നെ വണ്ടിയിൽ വന്നിട്ടുള്ള ഒരു അലുമിനിയം അലോയ് ചേസിസാണ്. വണ്ടിയുടെ ഒരു ഡ്രൈവ് വെയിറ്റ് ഏകദേശം 155 എങ്ങാനുമാണ് വരുന്നത്. അതിൻ്റെ വെറ്റ് വെയിറ്റ് ഏകദേശം 175ഓളം വരുന്നുണ്ട്. പിന്നെ ഇതിൽ അത്യാവശ്യം ഓൾമോസ്റ്റ് പുതിയ വണ്ടിയിൽ വരുന്ന എല്ലാ ഇലക്ട്രോണിക്സും വന്നിട്ടുണ്ട്. റൈഡ് ബൈ വയർ, അഡ്ജസ്റ്റബിൾ ട്രാക്ഷൻ, പിന്നെ റൈഡ് മോഡ്സ് വന്നിട്ടുണ്ട്. 3 റൈഡിങ് മോഡ്സാണുള്ളത്: റെയിൻ, ഇക്കോ ആൻഡ് സ്പോർട്ട് മോഡ്. പിന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾക്കിപ്പോൾ കാണാം ഞാൻ വളരെ ചെറിയ സ്പീഡിലാണ് വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ എത്ര ലോ സ്പീഡിൽ വണ്ടി ഓടിച്ചു കഴിഞ്ഞാൽ, എത്ര ഹൈ ഗിയർ ആയാലും വണ്ടി നോക്ക് ചെയ്ത് ഇല്ലെങ്കിൽ ഇങ്ങനെ കുടുങ്ങി നിൽക്കുന്ന പ്രശ്നങ്ങളൊന്നുമില്ല. ഭയങ്കര അഡാപ്റ്റീവാണ് ഈ വണ്ടി. ഒക്കെ ഭയങ്കര രസമായിട്ട് ഫീൽ ചെയ്യുന്നു. നമ്മൾ 6th ഗിയറിലായാലും ഒരു 40 km/h സുഖമായിട്ട് ക്രൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ സിറ്റിയിലൊക്കെ ആകുമ്പം ഈ ഒരു സംഭവം വളരെ നല്ലൊരു കാര്യം തന്നെയാണ്, നല്ല ഉപകാരപ്രദമാവും. പിന്നെ എടുത്ത് പറയേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതിൻ്റെ ഒരു ഫീലാണ്. വണ്ടി ഓടിക്കുന്ന സമയത്ത് ഒരു ചെറിയ വണ്ടിയാണെന്നുള്ളൊരു തീരെ നമുക്ക് അങ്ങനെ ഫീൽ ചെയ്തേ ഇല്ല. ഒരു ബിഗ് ബൈക്ക് ഫീൽ നമുക്ക് ഈ വണ്ടി തരുന്നുണ്ട്. ഇതിൻ്റെ ക്ലിപ്പ് ഓൺസൊക്കെ കാണുന്ന സമയത്ത് തന്നെ നമുക്ക് മനസ്സിലാവും ഒരു വലിയ വണ്ടി ഓടിക്കുന്നൊരു ഫീലാണ് നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. പിന്നെ എടുത്ത് പറയേണ്ട ഒരു കാര്യം, ഇത് കംപ്ലീറ്റ് ആയിട്ട് ഇന്ത്യയിൽ ബിൽഡ് ചെയ്തിട്ടുള്ളൊരു ബൈക്കാണ്. ഇന്ത്യയിൽ ബിൽഡ് ചെയ്തിട്ടുണ്ട് എന്ന് പറഞ്ഞാലും ഇതിൻ്റെ അക്സസറീസ്, അതായത് ഇതിന് ഒരുപാട് അക്സസറീസ് വരുന്നുണ്ട്. നമ്മുടെ ഇലക്ട്രോണിക് ആൻറ്റി തെഫ്റ്റ്, USB ചാർജിങ്, ഹൈ വിൻഡ് സ്ക്രീൻ, ഹീൽ ഗാർഡ് പോലെയുള്ള, അതുകൂടാതെ ഒരുപാട് അക്സസറീസ് വരുന്നത്. ഞാൻ അതിൻ്റെ ലിസ്റ്റ് ഇവിടെ കൊടുക്കാം. അപ്പോൾ ഈ പറയുന്ന അക്സസറീസൊക്കെ വാങ്ങണമെന്നുണ്ടെങ്കിൽ അതൊക്കെ ഇറ്റലിയിൽ നിന്നാണ് വരുന്നത്. പിന്നെ ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം RS 457 SC പ്രൊജക്റ്റുമായിട്ട് ഒരു ചെറിയൊരു വെഞ്ചറുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഈ RS 457 SC പ്രൊജക്റ്റിൻ്റെ എക്സോസ്റ്റ് സപ്ലൈ ചെയ്യും അപ്രിലിയ എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ ജസ്റ്റ് ഇങ്ങനെ ഒരു സംഭവം കേട്ടു. അപ്പം അതും ശരിയാണെങ്കിൽ ഇതിൻ്റെ ഒരു എൻജിൻ്റെ സൗണ്ട് കുറച്ചും കൂടെ എന്താണെന്ന് പറയുക, ഇതായിട്ട് മാച്ചായിട്ട് വണ്ടിക്ക് കുറച്ചും കൂടെ നല്ലൊരു സൗണ്ട് വരുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. വണ്ടിയുടെ എൻജിൻ സൗണ്ടിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഒരു രക്ഷയില്ല എന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ല. നല്ല ഒരു മൂളലുള്ള ഒരു എൻജിനാണ്. അത്യാവശ്യം നല്ല ബേസ്, നല്ല ബാസ്സായിട്ടുള്ള, അത്യാവശ്യം നല്ല ബാസ് ഫീൽ ചെയ്യുന്ന ഒരു എൻജിനാണ്. വണ്ടിയുടെ ഹീറ്റ് മാനേജ്മെൻറ്റിനെ കുറിച്ച് പറയുകയാണെങ്കിൽ, വണ്ടിയിൽ അധികം ചൂട് അടിച്ച് കയറി വരുന്നില്ല, പക്ഷേ ചൂട് ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഒരു നല്ല രീതിക്ക് ഹീറ്റ് മാനേജ് ചെയ്യുന്നുണ്ടെന്നാണ് നമുക്ക് മനസ്സിലാവുന്നത്. വണ്ടിയുടെ സർവീസ് കോസ്റ്റിനെ കുറിച്ച് പറയുകയാണെങ്കിൽ, ആദ്യത്തെ 1000 കിലോമീറ്റർ കഴിഞ്ഞതിന് ശേഷം വണ്ടി നമ്മൾ ഷോറൂമിൽ കൊണ്ടുപോകണം. അതിൽ നമ്മുടെ ഓയിൽ ഫിൽറ്ററും ചേഞ്ച് ചെയ്യും. അപ്പോൾ ഓയിലിന് ഏകദേശം 1800 രൂപയും ഫിൽറ്ററിന് ഏകദേശം 1200 രൂപയാണ് വരുന്നത്. അപ്പോൾ 2 ലിറ്ററിൻ്റെ കാസ്ട്രോൾ പവർ വണ്ണിൻ്റെ സൂപ്പർ ബൈക്സിൽ ഉപയോഗിക്കുന്ന ഓയിൽ സെയിം ഓയിലാണ് നമ്മുടെ RS 457 അപ്രിലിയ യൂസ് ചെയ്യുന്നത്. ഏകദേശം 2 ലിറ്ററോളം എഞ്ചിൻ ഓയിൽ വേണം അപ്രിലിയ RS 457. അപ്പം ഈ ഒരു സംഭവം ചെയ്യാൻ വേണ്ടിയിട്ട് ആദ്യത്തെ 1000 കിലോമീറ്റർ കഴിഞ്ഞ് ഉടനെ ഇത് ചെയ്യാൻ വേണ്ടിയിട്ട് ഏകദേശം ഒരു 3000 തൊട്ട് 3500 രൂപ വരെ ഇടയിലാവും. അപ്പോൾ ഇതാണ് ആദ്യത്തെ സർവീസിൻ്റെ കാര്യം. ആദ്യത്തെ 3 സർവീസ് ഫ്രീ ആണ്. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ഒരു 1000 കിലോമീറ്റർ കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾ പിന്നെ 6000 കിലോമീറ്റർ ആകുമ്പോഴാണ് വണ്ടി സർവീസിന് കൊണ്ടുപോകേണ്ടത്. അപ്പോൾ 6000 കിലോമീറ്ററിൽ പിന്നെ ഓയിൽ ചേഞ്ച് ചെയ്യേണ്ട കാര്യമില്ല. പിന്നെ നമ്മൾ ഓയിൽ ചേഞ്ചും ഫിൽറ്റർ ചേഞ്ചൊക്കെ ചെയ്യേണ്ടത് 12000 കിലോമീറ്റർ ആവുന്ന സമയത്താണ്. അപ്പം അവർ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ എവറി 6000 കിലോമീറ്ററിൽ വണ്ടി സർവീസിന് കൊണ്ടുവരണം. എവറി 12000 കിലോമീറ്ററിൽ നമ്മൾ ഓയിലും ഫിൽറ്റേഴ്സും ചേഞ്ച് ചെയ്യുന്നതെന്ന് പറഞ്ഞത്. അപ്പോൾ ഇതാണ് ഒരു റഫ് ഫിഗേഴ്സ്. പിന്നെ പറയേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഈ ഒരുപാട് വീഡിയോ കണ്ടിട്ടുണ്ട് RS 457. അപ്പം ഒരുപാട് ബ്രേക്ക് ഫെയിലിയറും കാര്യങ്ങളൊക്കെ കണ്ടു. അപ്പോൾ അത് ഇതിൻ്റെ ബ്രേക്ക് പാഡ്സ് മാറിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ, കുറച്ചും കൂടെ ബെറ്റർ ആയിട്ടുള്ള ഒരു ബ്രേക്ക് പാഡ്സ് ലോട്ട് മാറിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ശരിയാവുന്നതാണ് ഞാൻ മനസ്സിലാക്കിയത്.
അപ്പോൾ ഇപ്പോൾ ഞാൻ ഓടിക്കുന്ന സമയത്ത് അധികം ഞാൻ ബ്രേക്കിംഗ് ഒന്നും ചെയ്യുന്നില്ല. പക്ഷേ എനിക്ക് അത്യാവശ്യം നല്ല ബൈറ്റുള്ള ഒരു ബ്രേക്കറാണ് ഈ ബൈക്കിന് കൊടുത്തിട്ടുള്ളതെന്ന് എനിക്ക് ഫീൽ ചെയ്യുന്നത്. അത്യാവശ്യം നല്ല പാസി ആയിട്ടുള്ളൊരു എക്സോസ്റ്റ് നോട്ടും വണ്ടിയുടെ എൻജിൻ സൗണ്ടൊക്കെ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ശരിക്കും ഒരു വലിയൊരു വണ്ടി ഓടിക്കുന്നത്, ഒരു ബിഗ് ബൈക്ക് ഫീൽ എനിക്ക് ഈ വാഹനം ഓടിക്കുന്ന സമയത്ത് കിട്ടുന്നുണ്ട്. ഏകദേശം 0 to 100 വെറും 4.9 സെക്കൻഡ്സിൽ ഈ ബൈക്ക് കയറി പോകാൻ പറ്റും. അപ്പോൾ ഇത് പോകുന്ന സമയത്ത് നമുക്കൊരു വലിയ വണ്ടി ഓടിക്കുന്ന ഫീൽ തന്നെ തരുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ സെയിം സെഗ്മെൻറ്റിൽ വരുന്ന ഇപ്പം R3 ആയിക്കോട്ടെ, നിഞ്ച ആയിക്കോട്ടെ, അപ്പോൾ അതിനൊക്കെ കമ്പയർ ചെയ്യുന്ന സമയത്ത് ഇത് ഒരു വലിയൊരു ബൈക്കായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. ഇപ്പോൾ നോക്കാം നിങ്ങൾക്ക്, എൻ്റെ കൈ ഇവിടെ യൂട്ടേണൊക്കെ എടുക്കുമ്പോൾ തട്ടുന്നതായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. ആ ഒരു ഇഷ്യൂ വണ്ടിയിലുണ്ട്. ഒരു രക്ഷയില്ലാത്ത പെർഫോമൻസാണ്. കൈ കൊടുക്കേണ്ട താമസം വണ്ടി എടുത്തിട്ട് വലിച്ചോണ്ട് ഭീകര പെർഫോമൻസാണ്. അപ്പം ഞാനൊന്ന് ഇവിടെ സൈഡാക്കാം, എന്നിട്ട് ഞാൻ നിങ്ങൾക്ക് ഇതിൻ്റെ ഒരു വാക്ക് അറൗണ്ട് വീഡിയോ കാണിച്ചു തരാം. ഈ ഒരു പ്രശ്നം നമ്മൾ ഫുള്ളായിട്ട് ഓടിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ കൈ ഇവിടെ തട്ടുന്നതായിട്ടൊരു ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ RS 457 കാണാൻ വേണ്ടിയിട്ട് ഒരു രക്ഷയില്ല. ഒരു വലിയ ഒരു ബൈക്ക് കാണുന്ന ഫീൽ തന്നെയാണ് നമുക്ക് കിട്ടുന്നത്. ഞാനിപ്പോൾ 0.5 ഇട്ടിട്ടാണ് ഷൂട്ട് ചെയ്യുന്നത്, അതുകൊണ്ടായിരിക്കും ചിലപ്പോൾ നിങ്ങൾക്ക് കുറച്ച് ചെറുതായിട്ട് കാണുന്നത്. പക്ഷേ നിങ്ങൾ റിയലായിട്ട് കാണുന്ന സമയത്ത് ഒരു രക്ഷയില്ലാത്ത ഫീലാണ്. ഒരിക്കലും ഇതൊരു 400cc ബൈക്കാണെന്നൊന്നും പറയില്ല. എന്തായാലും ഒരു 600, ഒരു 750cc ബൈക്കിൻ്റെ ഒരു ഫീൽ നിങ്ങൾക്ക് കാണുന്ന സമയത്ത് കിട്ടും. പിന്നെ എടുത്തു പറയേണ്ട കാര്യം എന്ന് വെച്ചാൽ അപ്രിലിയയുടെ വലിയ ബൈക്കുകൾ, അതായത് RS 660 ആയിക്കോട്ടെ, RS V4 ആയിക്കോട്ടെ, അപ്പോൾ അതിൻ്റെയൊക്കെ അതേ ഡിസൈനാണ് നേരെ ചെറുതാക്കി ഇതിലോട്ട് കൊടുത്തത്. അപ്പം റോട്ടിലിത് കാണാൻ പറ്റില്ല, ഒരു രക്ഷയില്ലാത്ത ലുക്കാണ്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ ബൈക്ക് നേരിട്ട് കാണുന്ന സമയത്ത് ഇഷ്ടപ്പെടുന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല. ഇതിൽ 3 റൈഡിംഗ് മോഡ്സ് ഉണ്ട്: റെയിൻ, ഇക്കോ, സ്പോർട്ട്. പിന്നെ ഇതിൽ നമ്മുടെ സ്പീഡോമീറ്റർ, ടാക്കോമീറ്റർ, ബ്ലൂടൂത്ത് കണക്ടിവിറ്റി ഉണ്ട്, നമുക്ക് നാവിഗേഷൻസ് കിട്ടും, അങ്ങനെ ഒരുപാട് ഫങ്ഷൻസ് ഇതിൽ കൊടുത്തിട്ടുണ്ട്. ഇക്കോ, റെയിൻ, സ്പോർട്ട് മോഡ് മാറി വരുന്നത് നിങ്ങൾക്ക് കാണാം. ഇതിൽ വണ്ടിയുടെ ട്രിപ്പ് മീറ്റർ, ഫ്യൂവൽ എഫിഷ്യൻസിയും കാര്യങ്ങളും, ഓഡോമീറ്ററൊക്കെ കാണാം. വണ്ടിയുടെ ഹെൽത്ത് കണ്ടീഷൻസ് കാണാം, എത്ര കിലോമീറ്റർ ഓടി, എത്ര ഡിഗ്രി ചൂടുണ്ട്, ബാറ്ററിയുടെ ഹെൽത്തൊക്കെ കാണാം. വണ്ടിയുടെ ഒരു പിക്ചറൊക്കെ കൊടുത്ത് ഭയങ്കര രസമുള്ളൊരു ക്ലസ്റ്ററും കൂടിയാണ്. അപ്പോൾ നമുക്ക് വീണ്ടും എടുക്കാം. ഇതിവിടെ കൈതട്ട് നിങ്ങൾക്ക് ശരിക്കും മനസ്സിലാവും. ഞാൻ നോക്കിക്കാം. ഒരു രക്ഷയില്ലാത്ത പെർഫോമൻസാണ്. തീർച്ചയായിട്ടും ഒരു R15 എന്നോ അല്ലെങ്കിൽ 200cc സ്പോർട്സ് ബൈക്കിൽ നിന്നൊക്കെ അപ്ഗ്രേഡ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നവർക്ക് തീർച്ചയായിട്ടും ഈ ഒരു ബൈക്ക് നല്ലൊരു ഓപ്ഷൻ തന്നെയായിരിക്കും. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ ഒരു ബൈക്ക് വാങ്ങണമെന്ന് ആഗ്രഹമുണ്ട്. തീർച്ചയായിട്ടും നിങ്ങൾ ഷോറൂമിൽ പോയിട്ടൊരു ടെസ്റ്റ് ഡ്രൈവ് എടുക്കണം. എന്തായാലും നിങ്ങൾ ഡിസപ്പോയിൻ്റ് ആവില്ല. അടിപൊളി പെർഫോമൻസാണ്. വണ്ടിയുടെ ത്രോട്ടൽ റെസ്പോൺസ് എന്നൊക്കെ കൊടുക്കേണ്ട താമസം വണ്ടി എടുത്തിട്ട് വലിച്ചു കൊണ്ടുപോകാൻ. ഞാൻ പെട്ടെന്ന് ഒരു സഡൻ ആക്സിലേഷൻ കൊടുത്തപ്പോൾ എൻ്റെ ഫ്രണ്ട് ടയർ പൊങ്ങിയ പോലെയൊക്കെ ഫീൽ ചെയ്തു. അത്രയും പവർഫുള്ളാണ്. ഞാൻ അധികം വലിച്ചിട്ട് കൊണ്ടുപോകാൻ നോക്കിയില്ല, കാരണം ഇത് ഒരു ടെസ്റ്റ് ഡ്രൈവ് വെഹിക്കിളും കൂടിയാണ്. സ്വന്തം വണ്ടിയാണെങ്കിൽ നമുക്കെന്തും കളിക്കാം. ആ ഒരു പേടിയും കൂടി ഉള്ളതുകൊണ്ട് ഒരു മയത്തിലാണ് ഓടിച്ചുകൊണ്ടിരിക്കുന്നത്. സ്ട്രെച്ച് കിട്ടുമോ നോക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ്. ഒരു രക്ഷയില്ലാത്ത ഫീലാണ് വണ്ടി. അപ്പോൾ നമ്മളെല്ലാവരും ഒരുപാട് വീഡിയോയിൽ കണ്ടിട്ടുണ്ടാവും. വീഡിയോ ഡ്രൈവിൻ്റെ സമയത്ത് RS 457 ബ്രേക്ക് ഫെയിലിയർ ആയിരുന്നു ട്രാക്കിൽ ഓടിക്കുന്നത്. അപ്പോൾ ഞാനിപ്പോൾ ഓടിച്ച സമയത്ത് എനിക്ക് വളരെ നല്ലൊരു ഫീഡ്ബാക്കാണ് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. കാരണം ഞാൻ അഗ്രസീവായിട്ട് ഒരുപാട് ബ്രേക്കും കാര്യങ്ങളൊന്നും ചെയ്യുന്നില്ല.
ഞാൻ മനസ്സിലാക്കുന്നത് അങ്ങനെ ഒരുപാട് അഗ്രസീവായിട്ട് ഭയങ്കര ട്രാക്ക് ഫോക്കസ്ഡ് ആയിട്ട് ഓടിക്കുന്ന ആൾക്കാർക്ക് ഇതിൻ്റെ ബ്രേക്ക് പാച്ച് മാറിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ തീരാവുന്ന പ്രശ്നം മാത്രമേ ഉള്ളൂ എന്നാണ്. പക്ഷേ എനിക്ക് തോന്നുന്നു ഒരു ഡെയിലി യൂസ് ഒരു വീക്കെൻഡ് റൈഡിനൊക്കെ റോഡിലൊക്കെ ഓടിച്ചു പോകുന്ന ആൾക്കാർക്കൊന്നും ഒരിക്കലും അതിൻ്റെ ആവശ്യം വരുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അങ്ങനെ ബ്രേക്ക് പാഡ് മാറേണ്ട ആവശ്യം വരും തോന്നുന്നില്ല. റൈഡിങ് പൊസിഷനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇത് CBR അത്ര കംഫർട്ടബിൾ ആയിട്ടുള്ളൊരു റൈഡിങ് പൊസിഷനില്ല. എന്നാൽ R15 ഇല്ലെങ്കിൽ നമ്മൾ RC200 പോലെ ഭയങ്കര അഗ്രസീവായിട്ടുള്ള ഒരു പൊസിഷനല്ല. രണ്ടിൻ്റെയും ഇടയിലായിട്ടുള്ള ഒരു നല്ല ഒരു കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു പൊസിഷനാണ്. എന്ന് വിചാരിച്ചിട്ട് നമുക്ക് ഒരുപാട് ലോങ് ടൂറിങ് ചെയ്യാൻ പറ്റുമെന്ന് ചോദിച്ചാൽ എനിക്ക് തോന്നുന്നില്ല. കാരണം ഇതിൻ്റെ സീറ്റ് അത്യാവശ്യം നല്ല സ്റ്റിഫാണ്. ഫ്രണ്ട് സസ്പെൻഷൻ നല്ലതാണ്. ഈ സീറ്റ് സ്റ്റിഫ് ആയതുകൊണ്ടാണോ അല്ല ബാക്കിലത്തെ സസ്പെൻഷൻ കുറച്ച് സ്റ്റിഫ് ആയതുകൊണ്ടാണോ എന്ന് എനിക്കറിയില്ല. റോഡിലുള്ള കുറച്ച് പോട്ട് ഹോൾസൊക്കെ വരുന്നവരുടെ എൻ്റെ ബാക്കിലോട്ട് അറിയുന്നുണ്ട്. പക്ഷേ പീലിയണിന് കൊടുത്തുള്ള സീറ്റ് റൈഡറിൻ്റെ സീറ്റിനേക്കാളും കുറച്ചും കൂടെ കുഷ്യനിങ് എനിക്ക് അവിടെ ഫീൽ ചെയ്തു. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഒരു സീറ്റിൻ്റെ കാര്യം പറയാൻ വേണ്ടിയിട്ട്. വണ്ടിക്ക് ഏകദേശം 5,30,000 രൂപയാണ് ബാംഗ്ലൂർ ഓൺ റോഡ് പ്രൈസായിട്ട് വരുന്നത്. 5,30,000 രൂപ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യമഹ R3-നേക്കാളൊക്കെ വില ഭയങ്കര കുറവാണ്. അപ്പോൾ ഈ ഒരു പ്രൈസ് 5,30,000 രൂപ ഓൺ റോഡ് വരുന്ന വാഹനം R3-നൊക്കെ വെച്ച്, അതായത് യമഹയുടെ R3-നൊക്കെ വെച്ച് കമ്പയർ ചെയ്യുന്ന സമയത്ത് വളരെ കുറവാണ്. എന്നാൽ അതിനേക്കാളും പെർഫോമൻസ് ഈ വണ്ടിയിലുണ്ട്, അതിനേക്കാളും പവറുണ്ട്, അതിനേക്കാളും ലുക്സ് ഉണ്ട്, അതിനേക്കാളും എന്താണെന്ന് പറയുക ഒരു 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 നല്ലൊരു ബേസി ആയിട്ടുള്ള ഒരു എൻജിനുണ്ട്. അപ്പോൾ ഇതൊക്കെ കമ്പയർ ചെയ്യുന്നത് എന്തായാലും ഈ ഒരു ബൈക്ക് വർത്ത് തന്നെ ആയിരിക്കും വാങ്ങുന്നത്. അത് പല വീഡിയോയിലും കണ്ടിട്ടുണ്ട്. ഇതൊരു സെഗ്മെൻറ്റ് കില്ലറാണ്. തീർച്ചയായിട്ടും ഇത് സെഗ്മെൻറ്റ് കില്ലർ തന്നെയാണ്. ഒരു രക്ഷയില്ലാത്ത പെർഫോമൻസാണ് ബൈക്കിൽ നിന്ന് കിട്ടുന്നത്. ഇതൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഈ ബൈക്ക് ഒരിക്കലും നമ്മുടെ കൈവിട്ട് പോകുന്ന രീതിയിലുള്ളൊരു സംഭവമൊന്നും എനിക്ക് ഫീൽ ചെയ്യില്ല. ഭയങ്കര കൺട്രോൾ ഫീൽ ചെയ്യുന്ന, ഭയങ്കര കോൺഫിഡൻസ് ഫീൽ ചെയ്യിപ്പിക്കുന്ന രീതിയിലാണ് ഇതിൻ്റെ ഒരു പെർഫോമൻസ്. എന്നാൽ നമ്മുടെ സെഗ്മെൻറ്റിൽ R3 ഈ KTM 390 പോലുള്ള ബൈക്കിനൊക്കെ കത്തി വെട്ടിക്കുന്ന പെർഫോമൻസാണ്. നമുക്ക് കയ്യിൽ നല്ല രീതിക്ക് ഇതിനെ ടീം ചെയ്ത് കൊണ്ട് നടക്കാൻ പറ്റിയ ഒരു അടിപൊളി ബീസ്റ്റാണ് നമ്മുടെ RS 457. അപ്പോൾ ഈ ബൈക്ക് വന്നിട്ടുള്ള 3 കളർ ഓപ്ഷൻസിലാണ്. ഒന്ന് കോസ്മാറ്റിക് ഡാർക്ക് എന്ന് പറഞ്ഞിട്ട്, അതായത് വെയിലടിക്കുന്ന സമയത്ത് പല പല കളറായിട്ട് ഫീൽ ചെയ്യുന്ന തരത്തിലുള്ളൊരു അടിപൊളി പെയിൻറ്റ് സ്കീമിൽ വരുന്നൊരു കളറാണ്. ഇപ്പോൾ നമ്മൾ ഓടിച്ചുകൊണ്ടിരിക്കുന്ന റേസിംഗ് സ്റ്റാറ്റ്സ് എന്ന് പറഞ്ഞിട്ട് മാറ്റ് ബ്ലാക്കിൽ ഒരു റേസിംഗ് സ്റ്റിക്കേഴ്സൊക്കെ കൊടുത്തിട്ടുള്ളൊരു ബൈക്കാണ്. അതുകൂടാണ്ട് ഒരു ഒപ്പൽസെൻറ്റ് ലൈറ്റ് എന്ന് പറഞ്ഞിട്ടൊരു വൈറ്റ് കളർ ബൈക്ക് വരുന്നത്, അതാണ് ഞാൻ നോട്ടിട്ട് വെച്ചിരിക്കുന്നത്. ഇതാണ് ഇതിൻ്റെ സൗണ്ട്, ഒരു രക്ഷയില്ല. ഒന്ന് റബ് ചെയ്യാം. ഒരു രക്ഷയില്ലാത്തതുകൊണ്ട് ഇവിടെ നിന്ന് ലോഞ്ച് ചെയ്യാം. മഴ വരാനുള്ള പരിപാടികളുണ്ടെന്ന് തോന്നുന്നു. ഒന്ന് പിടിപ്പിക്കാം. വിത്തിൻ സെക്കൻഡ്സ് ആണ് വണ്ടി 100 കയറിയത്. ഒരു രക്ഷയില്ല. വണ്ടിയുടെ മൈലേജിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഒരു 80 to 100 ഒക്കെ വളരെ ശ്രദ്ധിച്ച് ഓടിക്കുകയാണെങ്കിൽ ഒരു 32 വരെ കിട്ടിയിട്ടുണ്ടെന്നാണ് പറയുന്നത്. പക്ഷേ നമ്മൾ അങ്ങനെ ഓടിക്കാൻ വേണ്ടിയിട്ടില്ലല്ലോ ഈ 457 48 bhp പവറുള്ളൊരു ബൈക്ക് വാങ്ങുന്നത്. അപ്പം ആ ഒരു രീതിയിൽ ഓടിച്ചു കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു എങ്ങനെയാലും ഒരു 22 to 25 മൈലേജ് എന്തായാലും കിട്ടും. നമ്മുടെ സിറ്റിക്കകത്ത് ഏകദേശം ഒരു 17 വരെയൊക്കെ കിട്ടിയ ആൾക്കാരുണ്ട്. സത്യം പറഞ്ഞാൽ ഹോണിൻ്റെ ആവശ്യമില്ല. ഞാനിപ്പോൾ ഹോൺ അടിച്ച ഹോൺ നിങ്ങൾക്ക് കേട്ടിട്ടുണ്ടാവുമല്ലോ. ഹോണിൻ്റെ ആവശ്യം ഈ വണ്ടിക്കില്ല. ഇതിൻ്റെ സൗണ്ട് മാത്രം മതി. ഭീകരമാണ്, ഭീകര പെർഫോമൻസാണ്. ലവ് ദിസ് ബൈക്ക്. വർഷം സമ്മതിക്കുകയാണെങ്കിൽ
ഞാനൊരു ബൈക്ക് കൂടെ വാങ്ങും. അപ്പോൾ ഇതാണ് RS 457 വീഡിയോ. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് ഞാൻ വിചാരിക്കുന്നു. തീർച്ചയായിട്ടും ഒരു അടിപൊളി ബൈക്കാണ്. ഒരു 150 250 cc അപ്ഗ്രേഡ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന എല്ലാവർക്കും പോകാൻ ഒരു കൺസിഡർ ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി അപ്ഗ്രേഡ് വണ്ടിയാണ്. അതുകൂടാതെ നമുക്ക് മാർക്കറ്റിൽ കിട്ടുന്ന ഒരു 400 cc ബൈക്കിനെ അപേക്ഷിച്ച് ഇതിൽ കുറച്ചുകൂടി ഒരു ബിഗ് ബൈക്ക് ഫീൽ നമുക്ക് കിട്ടുന്നുണ്ട്. അതൊക്കെ നമ്മൾ ആഗ്രഹിക്കുന്നൊരു കാര്യമാണല്ലോ. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളുടെ അടുത്തുള്ള അപ്രിലിയയുടെ ഷോറൂമിൽ പോയിട്ട് ഒരു ടെസ്റ്റ് ഡ്രൈവ് ചെയ്ത് നോക്കുക. തീർച്ചയായിട്ടും ഇഷ്ടപ്പെടുന്നതാണ് ഞാൻ വിചാരിക്കുന്നത്. അതുകൂടാതെ വേറൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ഈ ബൈക്ക് തന്നെ റിവ്യൂവിന് വേണ്ടി ഹെൽപ്പ് ചെയ്ത് തന്നത് അബൻ മോട്ടോഴ്സാണ്. മാർത്തവള്ളിയിലുള്ള അപ്രിലിയയുടെ ഷോറൂമാണ്. അപ്പോൾ അവരുടെ നമ്പർ ഞാനിവിടെ കൊടുക്കാം, മിസ്റ്റർ സച്ചിൻ. അപ്പോൾ താങ്ക് യു അപ്രിലിയ, താങ്ക് യു ഓൾ ഫോർ ദിസ് ഈസ് ടു മൈ സബ്സ്ക്രൈബേഴ്സ്. ഓക്കെ, അപ്പോൾ എൻ്റെ സബ്സ്ക്രൈബേഴ്സിന് താങ്ക് യു സോ മച്ച്. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാകുമെന്ന് ഞാൻ വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. ഞാൻ ഇനിയും ഒരുപാട് ബൈക്കിൻ്റെ കണ്ടൻറ്റായിട്ട് വരണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. ദൈവം സഹിച്ചാൽ ഇനിയും നമുക്ക് വീണ്ടും ഇങ്ങനെയുള്ള കണ്ടൻറ്റ്സ് ആയിട്ട് കാണാം. താങ്ക് യു സോ മച്ച് ഫോർ യുവർ ലവ് ആൻഡ് സപ്പോർട്ട്. എല്ലാവരോടും വലിയൊരു നന്ദി. പ്ലീസ് സബ്സ്ക്രൈബ്. താങ്ക് യു. ലോഞ്ച് ചെയ്യുന്നു.